അപ്പോൾ ഇത് ഞങ്ങളെ പുതിയ ചാനലാണ്. ഞങ്ങളുടെ ചാനൽ നാജി ഹസൻ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് പോകണത് അട്ടപ്പാടിക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം വോയിസ് പറഞ്ഞതൊന്നും വണ്ടിയുടെ സൗണ്ട് കൊണ്ട് കേട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ പോകണോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചായ കുടിച്ചിരുന്നു കേട്ടോ. പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണ റൂട്ടല്ല പോകണം, പെരിന്തൽമണ്ണ റൂട്ട്. പിന്നെ ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. ഫസ്റ്റ് എന്നിട്ട് അങ്ങോട്ട് ശരിയാക്കാം അല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ കട്ട് ചെയ്തത് ഒരു കോളാണ്. അപ്പോൾ ഗൈസ് ചായ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇക്ക് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഏതായാലും വന്ന സ്ഥിതിക്ക് ഞാനിവിടെ ഒന്ന് വട്ടമ്പൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നല്ല മഴയുണ്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും ഒരു മഴയില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ തീരെ മഴയില്ല, നല്ല വെയിലായിരുന്നു. മണ്ണാർക്കാട് ടൗണെത്തിയപ്പോൾ പിന്നെ നമ്മൾ മണ്ണാർക്കാട് ആശുപത്രി പടി പറഞ്ഞ ഇത് കൂടെ റോഡുണ്ട്, ആ കൂടെ ഉള്ളിൽ കൂടെ കയറിയപ്പോൾ അങ്ങനെ ആനക്കെട്ടി തോന്നുന്ന സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്താനായപ്പോൾ മഴയൊക്കെ നിന്ന്. വണ്ടിയുടെ സൗണ്ട് കാരണം പറയണൊന്നും കേൾക്കണില്ല എന്ന് പിന്നെ മനസ്സിലായത് വീഡിയോ കണ്ടു നോക്കിയപ്പോൾ. ഞാൻ എന്താ പറയുന്നത് വെച്ചിട്ട് നല്ല മഴയായിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് തീരെ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല മഴയാണെന്ന് പറയാണ്. പിന്നെ കുറച്ചങ്ങനെ എത്തിയപ്പോൾ മലൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ കോടാണല്ലോ തുടങ്ങി. നല്ല കോടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല മഴ പെയ്യൽ തുടങ്ങി. അപ്പോൾ ഫോണിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ വീഡിയോ എടുത്തിരുന്നു, ആ വീഡിയോ ഒന്നും എടുത്തത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെയും കൂടെ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല കോടയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ ഫോണുമൊക്കെ ഫുള്ള് വെള്ളം വരുന്ന കാരണം വീഡിയോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഇതിൽ കൊടുക്കാൻ പറ്റൂല. കാരണം ഫുള്ള് വീഡിയോസും ഈ മഴ കാരണം വീഡിയോസൊന്നും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ 10ാം വളവൊക്കെ എത്തി. അപ്പോൾ 10ാം വളവ് എത്തിയപ്പോൾ നല്ല മഴയുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമായിരുന്നു, ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക, കൊക്കയാണോന്നൊക്കെ ചോദിക്കുക. ഞാൻ അങ്ങനെ തള്ളിയിട്ടേ അങ്ങനെ ജസ്റ്റ് നമ്മൾ അങ്ങനെ ചോദിക്കുമായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയത്, കുറേ നേരം അവിടെയൊക്കെ നിന്നു. പിന്നെ അങ്ങോട്ട് എത്തിയപ്പോൾ തീരെ മഴ ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. ഞാൻ അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ ഇക്കന്നെ ഒന്നും കേൾക്കണില്ല. കാരണം വണ്ടിയുടെ സൗണ്ട് കൊണ്ടും കാറ്റൊക്കെ പാടായിട്ട് തീരെ ഒന്നും കേൾക്കണില്ല, കാരണം ഒന്നും കേൾക്കണില്ല. അതാ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കണത്. തീരെ മഴയില്ല എന്നൊക്കെ പറയണത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി അട്ടപ്പാടി ഗുളിക്കടവ് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ ഞാൻ അങ്ങനെ വോയിസ് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കണില്ല. അതന്നെ പിന്നെ ഞാൻ എല്ലായിടത്തും വോയിസ് ഓവർ കൊടുക്കണം. ചിലതൊന്നും തീരെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലതൊക്കെ നല്ല വണ്ടിയുടെ സൗണ്ടും അതേപോലെ കാറ്റും ഇതൊക്കെ ആയിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. പാലക്കാട്ട് എത്തി. അവിടുന്ന് അസനക്ക് ചായ എടുക്കാൻ ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് ഒരു കോഫി എടുക്കാൻ കഴിയുന്നതാണ്. ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷെയർ ചെയ്യൂ. ചുരം കയറുന്നവരെ പുളിയുന്നു, ചുരം കയറിയിട്ട് പറ്റ മോശമായി. കാഫി എങ്ങനെ ഇருக்கு? കാഫി എങ്ങനെയുണ്ട്? എന്തെങ്കിലും പറ. എന്തെങ്ങൾക്ക് ഈ ട്രിപ്പിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലേ? കോഫി കുടിക്കട്ടെ. നാജി നമ്മൾ കുരങ്ങന്മാരെ ഫുഡ് തീറ്റിക്കുകയാണ്.
ഗായ്സ് രാവിലെ ഇടയിൽ കൂടെ വേറെ ഹലോ ഗായ്സ് തിരിച്ചു വന്നു. പോകുമ്പോൾ നല്ല മഴയായിരുന്നു ഇവിടെയൊക്കെ, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങുമ്പോൾ വലിയ കോടയൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് കോടയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കയറുമ്പോൾ നല്ലോണം നമുക്ക് എല്ലാ വീഡിയോയും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് പറ്റണ പോലെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ വ്ളോഗല്ലേ, നമുക്ക് ഇന്ന് അങ്ങോട്ട് സെറ്റാക്കാം. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു വന്നുകൊണ്ട് ഇറങ്ങിക്കൊണ്ട് ചോര ഇറങ്ങിക്കൊണ്ട് മഴയൊക്കെ നിന്നിട്ടുണ്ട്, പക്ഷേ കോട ചെറുതായിട്ടുള്ളൂ. രാവിലെ പോകുമ്പോൾ ഇത് കണ്ടിരുന്ന പോലും ഇല്ല, ഈ റോഡും ഒന്നും കണ്ടിരുന്നില്ല. മഴ നിന്നപ്പോൾ ഒന്ന് കമ്മിയായി. അപ്പം നമ്മളിപ്പോൾ ഇതാ വീട്ടിലേക്ക് എത്താനായി കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മഴ കാരണം ഒന്നും പറ്റിയില്ല. കുറേ വീഡിയോസ് എടുക്കാണ്ട് വിട്ടു. ഞാനിപ്പോൾ എടുത്തതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വ്ളോഗ് നല്ലതാക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.